ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഓരോ ലീലയും അത് വെറുമൊരു കഥയായി മാത്രം ചുരുങ്ങരുത്. കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലീലകളെല്ലാം നിങ്ങൾക്കുള്ള സന്ദേശങ്ങളാണ്, ജീവിത സന്ദേശങ്ങളാണ്. പക്ഷേ നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ താത്വികമായ ഒരു വിചാരം നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ ഇല്ലാത്തതുകൊണ്ടോ കഥകൾക്കുള്ളിലുള്ള സാരസന്ദേശം, കഥകൾക്കുള്ളിലുള്ള തത്വം, കഥകൾക്കുള്ളിലുള്ള സാരോപദേശം അത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരു പൂവിൽ ചെന്നിരുന്നാൽ തേനീച്ച തേനിലാണ് ഇപ്പോൾ അത് ശ്രദ്ധ കൊടുക്കുക. അതിന് പൂവിൻ്റെ സൗന്ദര്യം അതിന് വലിയൊരു വിഷയമല്ല. എന്നാൽ സൗന്ദര്യം അതിനെ ആകർഷിക്കുന്നുണ്ടാവാം. പക്ഷേ അതെടുക്കുന്നത് തേനെന്നതുപോലെ ഈ കഥയ്ക്കുള്ളിൽ സാരം സമൃദ്ധതം എന്നാണ്. അതിൻ്റെ സാരത്തെ എടുക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മരണം വരെയുള്ള ജീവിതം അത് എല്ലാവരെ പോലെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. നമ്മളൊരു സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു അതുപോലെ നമ്മളും അനുകരിക്കും. അതാണല്ലോ ഇന്ന് സിനിമയുടെയൊക്കെ ലോകത്തിൽ നമുക്ക് ഫാൻസിനെയൊക്കെ കാണണം. ഒരു സിനിമാ നടൻ മുടി ചെത്തിയാൽ ബാക്കിയൊക്കെ ചെത്തും. ഒരു സിനിമാ നടി ഹാഫ് ഡ്രസ്സ് ഉടുത്താൽ ബാക്കിയുള്ളൊരു ഹാഫ് ഡ്രസ്സ് ഉടുക്കും. അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫാഷൻ തന്നെ പാഷനായി മാറുന്ന കാലം. അപ്പം ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരെ അനുകരിക്കുമ്പോഴും മറ്റുള്ളവരെ നിങ്ങൾ ബ്ലൈൻഡ്ലി താരതമ്യം ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്കേ അറിയുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കുക നമുക്ക്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ടാവണം. ഇന്ന് നമുക്കുണ്ടല്ലോ, നമ്മൾ ജീവിക്കുകയാണ്, എല്ലാവരും ജീവിക്കുന്നവരാണ്. പക്ഷെ എന്താ ജീവിതം എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, സത്യത്തിൽ അറിഞ്ഞുകൂടാ. എന്താ ജീവിതം ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? വാട്ട് ഈസ് ലൈഫ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം പറയാ? ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഓരോരുത്തർ പറയാം, മരണം വരെയുള്ള യാത്രയാണെന്ന്. മരണം വരെയുള്ള യാത്രയാണ്. നിങ്ങളെന്തായാലും KSRTC ബസ് കയറിയിരിക്കുന്നുണ്ടോ? അതിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഉറപ്പുണ്ടാവുമായിരിക്കാം. കാരണം ലക്കും ലഗാനവും ഇല്ലാതെ ഓടിക്കുന്നവർ ചിലപ്പോൾ നമ്മളവിടെ കൊണ്ടെത്തിച്ചേക്കാം. ചിലപ്പോൾ ഇതൊരു മോശമാണെന്ന് പറയല്ല. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ പോലെ മരണം വരെയുള്ള യാത്രയാണ്, അനുഭവങ്ങളാണ്. അല്ല, എങ്ങനെയല്ലേ പറയാ? ആണോ? സുഖവും ദുഃഖവും നിറഞ്ഞ ഒരു യാത്രയാണ് ജീവിതം എന്നാ പലരും പറയാം. അല്ലെങ്കിൽ മരണം വരെയുള്ളൊരു യാത്ര. അങ്ങനെ പല നിർവചനങ്ങളും നിങ്ങൾ കൊടുക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ഭാഗത്ത് അവശ്യരാണ്. കാരണം എന്തു വരും എന്തു വരില്ല എന്നതിൽ നമുക്കാർക്കും ഒരു നിശ്ചയവുമില്ല. അനുകൂലമായ അനുഭവങ്ങൾ വരാം. അപ്പം അതാണോ വരുന്ന അനുഭവങ്ങളാണോ ജീവിതം? അപ്പം നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോഴാണ് അനുഭവങ്ങൾ ജീവിതം. അതാണോ ജീവിതം? ജീവിതം എന്ന് പറയുന്നത് ഭാരത ഋഷിവര്യന്മാരെ സംബന്ധിച്ച് വരുന്ന അനുഭവങ്ങളല്ല. ജീവിതം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ട് നേടിയെടുക്കുന്ന മനസ്സിൻ്റെ മനോബലം. 3 കാര്യങ്ങളാണ്: ആത്മശക്തി, ആത്മതൃപ്തി, ആത്മസുഖം. എന്താണ് ആത്മശക്തി? ആത്മതൃപ്തി, ആത്മസുഖം. ഇത് കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണം. അതിനെ വേണമെങ്കിൽ യാത്ര എന്ന് പറയാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത് കണ്ടെത്തണം. ഏത് കണ്ടെത്തണം?
ഏത് കണ്ടെത്തണം? ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ? ആത്മശക്തി, ആത്മതൃപ്തി, ആത്മസുഖം കണ്ടെത്താതെ നിങ്ങൾ എത്ര ജീവിച്ചിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? നാളെ ജീവിതം തൃപ്തി വരുന്നതാണ്. അപ്പം അങ്ങനെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ ഈ ലോകത്തിൽ ഒരനുഭവത്തിനും, ഉറക്കെ പറയൂ, സാധ്യമല്ല. കാരണം മുന്നോട്ട് പോകും തോറും, പ്രായം കൂടുന്തോറും ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശക്തി കൂടുകയാണോ കുറയാണോ? അപ്പം പിന്നെ തൃപ്തി കൂടുകയാണോ കുറയാണോ? പറയൂ. അപ്പം ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ സുഖം ഉണ്ടാവുക? അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആത്മതൃപ്തി വേണം. എന്ത് വേണം? അപ്പം ഇതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം അതിനാണ് നമ്മൾ കൃത്യനിഷ്ഠയും അത് വിട്ടാൽ പിന്നെ കഴിഞ്ഞു ജീവിതം. അതാണ് നമ്മുടെ റൂട്ട്. കൃത്യനിഷ്ഠയും, അവർക്ക് പറയൂ, അനുഷ്ഠാനം. അതില്ലാത്തത് കൊണ്ടാണ് ജീവിതം ആകെ കുഴഞ്ഞു മറഞ്ഞു പോകുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ കൃത്യനിഷ്ഠയും അനുഷ്ഠാനത്തിലൂടെയും നേടിയെടുക്കുന്ന ആത്മശക്തി എന്ത് വേണം? അത് നമ്മൾ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ മനസ്സിന് പറഞ്ഞു, ഭക്തി കൂടുന്തോറും ശക്തി കൂടും, അപ്പം തൃപ്തിയും കൂടും. കാരണം നാമത്തിൽ ലയിക്കുന്ന ഒരു ആത്മ സുഖമൊക്കെ കൂടും. എന്നാൽ നമ്മൾ സുഖം കണ്ടെത്തേണ്ടത് എപ്പോഴും മറ്റുള്ളവരെ കൂടി ഉയർത്താൻ സാധിക്കുമ്പോഴാണ്. അപ്പം തൃപ്തി ഉള്ളിൽ കണ്ടെത്തണം. സുഖം കണ്ടെത്തേണ്ടത് മറ്റുള്ളവരെ ഒരുപോലെ ഇതുപോലെ ഉയർത്താൻ നമ്മൾ നടത്തുന്ന പ്രയത്നത്തിൻ്റെ പേരാണ് ആത്മസുഖം. അങ്ങനെ ഒരു സുഖം കണ്ടെത്തണം. പകർന്നു കൊടുക്കുന്നതിൽ, മറ്റൊരാളെ പ്രചോദനം കൊടുക്കുന്നതിൽ ഒരു സുഖം കണ്ടെത്തുക. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെ ഒരു സഹവർത്തിത്വത്തിൽ സുഖം കണ്ടെത്തുക. ഇതിലൊരു സുഖം കണ്ടെത്താൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈഫിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതിക്ക് തുല്യം വേറൊരു സുഖം ലോകത്തിൽ പറയൂ ഇല്ല. നമ്മൾ രണ്ട് രീതിയിൽ ജീവിതത്തെ നോക്കാം. ഒന്ന്, പുറമേ അനുഭവത്തിൻ്റെ തലത്തിലൂടെ ജീവിതത്തെ നോക്കാം. ഉള്ളിൽ അനുഷ്ഠാനത്തിൻ്റെ തലത്തിൽ ജീവിതത്തെ നോക്കാം. സാധാരണ ആളുകൾ അനുഭവത്തിൻ്റെ തലത്തിലാണ് ജീവിതത്തെ നോക്കുക. കുറച്ചു പേര് മാത്രമാണ് ഏതിൻ്റെ തലത്തിൽ ജീവിതത്തെ കാണുക? അനുഷ്ഠാനത്തെ. അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവർ പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു കൂട്ടർ പറയുന്നു ജീവിതം വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും. അപ്പോൾ അവരെവിടെ നിന്നാണ് നോക്കുന്നത്? അനുഭവത്തിൻ്റെ തലത്തിലാണ്. ചിലർ പറയുന്നു അങ്ങനെ പലതും വരുന്നു പോകുന്നു, അതങ്ങനെ ജീവിതത്തിൽ അനുഭവം നല്ലതും ചീത്തതും ഒക്കെ വന്നു പോകുന്നു. അപ്പോൾ അവരേത് തലത്തിലാണ് നോക്കുന്നത്? അവർക്ക് പറയൂ, അനുഷ്ഠാനത്തിൻ്റെ തലത്തിലാണ്. അപ്പോൾ ഈ അനുഷ്ഠാനമില്ലാത്തവർ എന്ത് തന്നെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. അവരെ ഇനി നന്നാക്കാൻ ദൈവത്തിന് പോലും, ഉറക്കെ പറയൂ. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അടിവരയിട്ട് കൊണ്ട് നടക്കണം. ഏത്? കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ കുറെ കൂടി മാനസിക ബലവും ശക്തിയും ഒക്കെ, ഉറക്കെ പറയൂ, കൂടി വരും. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. മനസ്സിലായില്ലേ? ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോവാനാണ് ഭാഗവതത്തിലെ കൃഷ്ണൻ്റെ ലീലകൾ. അല്ലാതെ കൃഷ്ണൻ്റെ ലീലകൾ പറഞ്ഞിട്ട് നിങ്ങൾക്കെന്ത് ഗുണം? കൃഷ്ണൻ വന്നു, കൃഷ്ണൻ പോയി. അങ്ങ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പലവുമായിട്ട് കളിച്ചു രസിച്ചു. നമുക്കത് കേട്ടിട്ട് എന്ത് കാര്യം? അപ്പുറത്ത് വീട്ടുകാരുടെ ഗുണവും കഥയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങളുടെ വീട്ടിൽ എന്താ പറയുക, നിങ്ങളുടെ വീട്ടിൽ പരിപ്പ് വേവുമോ? നിങ്ങളുടെ വീട്ടിൽ അരി വേവുമോ? അതുകൊണ്ട് ഉണ്ടോ? മറ്റുള്ളവരുടെ വീട്ടിൻ്റെ മഹിമ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? ഇതൊന്നും മിണ്ടാത്തത്. അതുപോലെയൊക്കെ തന്നെയാണ് കൃഷ്ണൻ്റെ കഥ കേട്ടിട്ടും നമ്മുടെ വീട്ടിലെ അരിയൊന്നും വേവുകയില്ല. അപ്പം അതിനെന്ത് വേണം? ഈ കഥകളിൽ നിന്നൊക്കെ അതിൻ്റെ സാരം ഉൾക്കൊള്ളണം, വേണ്ടേ? അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് കൃഷ്ണൻ്റെ ജീവിതത്തിൽ പ്രസവിച്ച ഉടനെ തന്നെ വസുദേവർ കൊണ്ടുപോകുന്നു. കുറച്ചുകൂടി വോള്യം വേണം. വസുദേവർ നേരെ കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഗോകുലത്തിൽ അപ്പോഴേക്കും നന്ദഗോപരുടെ പത്നി യശോദാദേവി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനെ അവിടെ കിടത്തി, ഞാൻ കഥ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ.
പുഴ വഴി കൊടുത്തതും അവിടെ വാതിൽ തുറക്കുന്നതൊക്കെ ഞാൻ തുറക്കേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും അവിടെ കുട്ടിയെ കിടത്തി, കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, കാരാഗ്രഹത്തിലെത്തി, കുട്ടി കരഞ്ഞു, കംസനെ അറിയിച്ചു, കംസൻ വന്നു, പിടിച്ചു, കുട്ടി പോയി. ഇത്രയുള്ള കാര്യം. ഇനി ഗോകുലത്തിലാണ് നമ്മൾ. എവിടെയാണ്? അവിടെ കൃഷ്ണൻ വളരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രോഹിണീ ദേവി പ്രസവിച്ചു. നല്ല ഒരു ഉണ്ടക്കുട്ടൻ, നല്ലൊരു മിടുക്കനായിട്ടുള്ള ഒരു ഉരുണ്ട ബലരാമൻ, നല്ല തടിയനായിട്ടുള്ളൊരു ബലരാമനൊക്കെ വന്ന് അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന കാലം. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അന്നൊക്കെ കുട്ടികളെയൊക്കെ എവിടെയാണ്? തൊട്ടിലാട്ടുന്ന കാലം. കാരണം കൊച്ചുകുട്ടികളാണ്. അപ്പോഴാണ് കൃഷ്ണനെ കൊല്ലാനായിട്ട് ആ കംസ ദൗത്യവുമായിട്ട് വരുന്നു പൂതന. അപ്പോൾ ഭാഗവതത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് പൂതനയെ കൃഷ്ണൻ വധിക്കുക എന്നല്ല, ഇവിടെ മോക്ഷം കൊടുക്കുന്ന ഭാഗം. ആ ഭാഗം ഒന്ന് നമുക്ക് നോക്കാം. പുസ്തകം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ചിലതെല്ലാം ഒന്ന് വളരെ ശ്രദ്ധ വയ്ക്കേണ്ട ചില ശ്ലോകങ്ങളുണ്ട്. ഭാഗവതം ഉള്ളവരൊക്കെ ഒന്ന് 6-ാം അധ്യായം എടുക്കുക. ദശമസ്കന്ധത്തിൽ, ദശമത്തിൽ 6 പൂതനാമോക്ഷം. അങ്ങനെ പൂതന അങ്ങോട്ട് വരുന്ന സമയത്ത് ഭാഗവതം പറയുന്നത്, കൃഷ്ണനും രാമനും തൊട്ടിൽ കിടന്നുറങ്ങുകയാണ്. കണ്ണു തുറന്നിട്ടാണ് രണ്ടുപേരും കിടക്കുന്നത്. അപ്പം ഇവൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ സുന്ദരിയുടെ രൂപക്കെടുത്ത് നല്ല വസ്ത്രവും ഒക്കെ അണിഞ്ഞ് അവളുടെ മുലയിൽ കുറച്ച് ഗോരവിഷമൊക്കെ പുരട്ടി കൃഷ്ണനെ പാലൂട്ടുമ്പോൾ കൃഷ്ണൻ പെടഞ്ഞ് മരിക്കും. അതാണ് അവളുടെ ചിന്ത. അങ്ങനെ അവൾ അങ്ങോട്ട് കടന്നു വരുമ്പോൾ അതുവരെ കണ്ണു തുറന്ന് കിടന്ന കൃഷ്ണൻ കണ്ണ് അടച്ചു കിടന്നു എന്നാണ് ശ്ലോകം പറയുന്നത്. 6 ഇതൊക്കെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ശ്ലോകങ്ങളാണ്. 7, 8 ശ്ലോകങ്ങളൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ. 6, 7, 8. ബാലഗ്രഹസ്തത്ര വിജുന്നതിശ്വശൻ യദൃക്ഷയാനന്ദ്രഗൃഹേ സദന്തകം ബാലം പ്രതിച്ഛന്ന നിരോജതേജസം തതശതൽപേഗ്നിമിവാഹിതം വസേ വിബുദ്ധ്യതം ബാലകമാരികാഗ്രഹം ചരാചരാത്മാനിമീലിതക്ഷണ അനന്തമാരോപയമംഗതം യതോരകം സുപ്ത ബുദ്ധിര അയുജ്യതി താം തീഷ്ണചിത്താമതിവേ അതിവാമചിഷ്ടിതം വീക്ഷ്യന്തരകോശപരിച്ഛദാസീവ വരസ്ത്രിയം തൽപ്രഭയാ ച ദർശിതേ നിരീക്ഷമാണേ ജനനീകൃഷ്ടിതം തസ്മിൻ സ്തനം ദുർജരവീരമുൽപനം ഘോരംഗമാതായി ശിശോർദദാവ ഘാണം കരഭ്യം ഭഗവൻ പ്രപീഡതൽ പ്രാണേ സമം രോഷസമന്വിതോപിൽ സാമുഞ്ചമുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാനാകില ജീവവത്മനി വിവൃത്യനിത്രേ ചരണോ ഭുജോ മുഹോ പ്രസന്നഗാത്രാക്ഷിപധീരുരോധ. എന്താ പറയുന്നത്? ഭഗവാൻ അതുവരെ കണ്ണു തുറന്ന് കിടന്ന കൃഷ്ണൻ, എങ്ങനെയുള്ള കൃഷ്ണൻ? ചരാചരാത്മാ. അവിടെയൊക്കെ കൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചരാചരാത്മാ എന്ന് പറഞ്ഞാൽ ചരാചരങ്ങളുടെ ആത്മാവായ കൃഷ്ണൻ. നിമീലിതേക്ഷണ, കണ്ണുകൾ അടച്ചു. ഇപ്പൊ പൂതനയെ കണ്ടപ്പോൾ കൃഷ്ണൻ കണ്ണടച്ചു. അതെന്താവോ കാരണം? വേഷം കെട്ട് കാണണ്ടെന്ന് വെച്ചിട്ടാണോ? അങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും ഗുരുവായൂരിൽ കൃഷ്ണൻ എപ്പോഴും കണ്ണടച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. കാരണം ഒട്ടുമുക്കാലും വരുന്നതെല്ലാം ഒരു വേഷം കെട്ട് തന്നെയാണ്. ആയിരിക്കുമോ? എന്നൊന്നും മിണ്ടാത്തത്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ എന്തിനാണ് കണ്ണടച്ചത്? എന്തായിരിക്കും കൃഷ്ണൻ്റെ കണ്ണടയ്ക്കുന്നതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ടാവുക? കൃഷ്ണൻ അവളെ കാണണ്ടെന്ന് വെച്ചിട്ടാണോ? അതോ കൃഷ്ണൻ താനൊന്നും അറിഞ്ഞില്ല എന്ന കള്ളഭാവത്തിൽ കൃഷ്ണൻ അവളെ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചിട്ടാവോ? ഏത് വിചാരത്തിലായിരിക്കും കൃഷ്ണൻ ചരാചരാത്മാ നിമീലി ദക്ഷിണ? ഇത് ശരിക്കും ഒരു നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ട വരികളാണ്. ഏത്? ചരാചരാത്മാ നിമീലിതേക്ഷണ, ചരാചരങ്ങളുടെ ആത്മാവ് കണ്ണുകൾ അടച്ചു എന്ന്. ശ്രദ്ധിക്കുക, ഈ പൂതന വിഷം പുരട്ടിയിട്ടാണ് വരുന്നത്. കൃഷ്ണനെ
കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഭഗവാനാണെങ്കിൽ അവളെ അനുഗ്രഹിക്കണം, അവളെ എങ്ങനെയെങ്കിലും അവളുടെ പാപത്തിൽ നിന്നും ഉയർത്തണം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കുട്ടി പാല് കുടിക്കുന്ന വ്യാജേന അങ്ങനെ പാല് കുടിക്കുന്നു. കുടിച്ചു കൃഷ്ണൻ നേരെ കയറി പിടിക്കുന്നത് അവളുടെ പ്രാണനെ വലിച്ചു എന്നാണ്. ആരെ? അവളുടെ നെഞ്ചൊക്കെ ഇങ്ങനെ നീറി പുകയാൻ തുടങ്ങി. മുഞ്ച എന്നെ വിടൂ അലറി പൊളിച്ച് അവളിങ്ങനെ കൃഷ്ണനെ ഇങ്ങനെ ശരീരത്തിൽ നിന്നിങ്ങനെ ബലാത്കാരേണ പറിച്ചെടുക്കാൻ നോക്കണം. പക്ഷെ കൃഷ്ണനാണെങ്കിലോ നല്ല ക്വിക്ക് ഒട്ടിച്ച പോലെ, ഫെവിക്കോൾ ഒട്ടിച്ച പോലെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. എത്ര ബലം പിടിച്ചിട്ട് കൃഷ്ണനെ മാറ്റിയിട്ടും കൃഷ്ണൻ ശരീരത്തിൽ നിന്നും മാറുന്നില്ല. അപ്പോഴേക്കും അവളുടെ പ്രാണൻ കണ്ടത്തിലെത്തി. അവളുടെ ശരീരം മുഴുവൻ വലിയ ഭീകരരൂപമായി. അവൾ പ്രാണനും പോയി അവിടേക്ക് മറഞ്ഞ് വീണു എന്നാണ്. പിന്നെ അമ്മയും മറ്റും കൊണ്ടുപോയി ഗോമൂത്രം കുടിപ്പിക്കുന്നുണ്ട് കൃഷ്ണനെ. ഗോമൂത്രം സ്നാപയിത്വ ഗോമൂത്രത്തിൽ കുളിപ്പിക്കുന്നുണ്ട്. അന്നൊക്കെ ഈ ഗോമൂത്രം കൊണ്ട്, ഈ ഗോമൂത്രം എന്ന് പറയുന്നതുണ്ടല്ലോ, ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. വളരെ ഗോമൂത്രം ശുദ്ധീകരിച്ച് ഞാൻ ഞാൻ കഴിക്കുന്ന ആളാണ്. അതുകൊണ്ട് പറയാം, എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് കോൾഡിൻ്റെ പ്രശ്നം വന്നാൽ ഈ ഗോമൂത്രം ശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ അമൃതാരിഷ്ടത്തിലൊക്കെ ചേർത്ത് കഴിച്ച് നോക്കും, നിങ്ങൾക്ക് കോൾഡ് വരില്ല. അത്ര പവർഫുള്ളാണത്. ഇപ്പം ഈ നാടൻ ഗോമൂത്രം ഇപ്പം ഇവിടേക്ക് കാണുന്നില്ലേ, ഗീർ പശുക്കൾ. ഞങ്ങൾക്ക് അവിടെ കുറേ ഗീർ പശുക്കളുണ്ട്. അപ്പം അതിനെ ഡിസ്റ്റിൽ ചെയ്യും. കള്ളുവാറ്റുന്ന സിസ്റ്റം ഉണ്ടല്ലോ. കള്ളുവാറ്റുന്നത് കുറച്ചും കൂടിയും നാടൻ സമ്പ്രദായമാണ്. ഇത് വളരെ ടെക്നിക്കലി മെഷീനൊക്കെ വെച്ചിട്ട് ഇതിനെ ഗോമൂത്രത്തെ മുഴുവൻ കംപ്ലീറ്റ് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീരാവി എടുക്കും. അങ്ങനെ എടുക്കുന്ന നീരാവിയുടെ പേരാണ് ഡിസ്റ്റിൽഡ് ഗോമൂത്രം. അത് നിങ്ങളൊരു കുപ്പി അമൃതാരിഷ്ടത്തിലൊക്കെ കൊച്ചു കുട്ടികൾക്ക് കൊടുത്തു ഇത്തിരി അതിന് കോൾഡേ വരില്ല. കാരണം അത് ബ്ലഡിനെ വളരെ നന്നായി പ്യൂരിഫൈ ചെയ്യും. പ്രതിരോധം, നമ്മുടെ ശരീരത്തിനെ പ്രതിരോധം കൂട്ടും. പ്രതിരോധം കൂടുന്ന പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി അത് കളയുമ്പോൾ ശരീരത്തിന് പ്രതിരോധം വളരെ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് വളരെ ഇൻഫെക്ഷൻ വന്നു. ഞാൻ അബുദാബിയിൽ പ്രോഗ്രാമിന് പോയപ്പോൾ ആരെടുത്തുനിന്ന് കിട്ടിയതാണ്. വന്ന് തിരിച്ച് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര സിവിയർ കോൾഡൊക്കെ കൂടെ കയറി പിടിച്ചു. വിത്തിൻ ഒരു 2-3 ഡേയ്സ് ഈ ഗോമൂത്രവും അമൃതാരിഷ്ടമൊക്കെ കൂടെ മിക്സ് ചെയ്ത് അടിച്ച് ടപ്പ്. അപ്പം ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് നിങ്ങളടുത്തേക്ക്. അപ്പോൾ അനുഭവം കൊണ്ട് പറയുകയാണത്. അപ്പോൾ ഇവിടെ ആ കാലഘട്ടത്തിൽ കൃഷ്ണന് ഈ വിഷം പോവാൻ കൊടുത്തത് എന്താണ്? ഗോമൂത്രമൊക്കെ കൊടുത്ത് അങ്ങനെ തൽക്കാലം കൃഷ്ണൻ അതൊന്ന് മുക്തരായി. പിന്നെ അവളുടെ ശരീരമൊക്കെ വെട്ടിമുറിച്ച് അത്ര ഭീകര രൂപമായിരുന്നു അവളുടെ ശരീരം. അതിനെയൊക്കെ കഷ്ണങ്ങളാക്കി പുറത്തു കൊണ്ടുപോയി കത്തിച്ചപ്പോൾ അതിൽ നിന്നും സുഗന്ധം വന്നു എന്നാണ്. എന്താണ്? അത്ര സുഗന്ധം, ഒരു സ്മെൽ അവിടെ വന്നു എന്നാണ്. അങ്ങനെയാണ് പൂതനയെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന കഥ. ഇതിനെ പറയാം പൂതന മോക്ഷം എന്നാണ്. അപ്പം എന്താ ഈ പൂതന മോക്ഷം? മോക്ഷം എന്ന വാക്ക് എപ്പോഴും ഓർക്കുക. അവനവൻ്റെ മനസ്സ് സമചിത്തമാകുന്നതിൻ്റെ പേരാണ്, അല്ലാതെ ഇത് വേറൊരാൾക്ക് തരാൻ സാധ്യമല്ല. അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വം? ഇപ്പം ഇവിടെ പൂതന എന്ന വാക്കും ഭഗവാനെ വിളിക്കുന്ന പേരാണ് പൂതാത്മാ. എന്താണ്? എവിടെയെങ്കിലും ആ മന്ത്രം കേട്ടിട്ടുണ്ടോ? ശബ്ദം വിഷ്ണു സഹസ്രനാമത്തിൽ വരും. പൂതാത്മാ പരമാത്മാച്ച മുക്താനം പരമാവധി. അപ്പം പൂതം എന്ന ശബ്ദത്തിന് പവിത്രം എന്നാണ് അർത്ഥം, പരിശുദ്ധം എന്നൊക്കെയാണ് അർത്ഥം. പൂതം ഏറ്റവും പവിത്രമായത്. പൂതന്ന എന്ന് പറഞ്ഞാൽ പവിത്രമല്ലാത്തത്. അപ്പം പവിത്രമായതും അവർക്ക് പറയൂ, പവിത്രമല്ലാത്തതും. വളരെ ശ്രദ്ധിക്കണം, ഇത് പിടികിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരേ സമയം പവിത്രമായ ബോധവുമുണ്ട്, അതിനെ കളങ്കപ്പെടുത്തി എന്ന് തോന്നുന്ന വിധത്തിൽ, അപവിത്രമാക്കി എന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള ചിന്തകളും ഉണ്ട്. വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഇപ്പം നമ്മൾ അന്തരീക്ഷം നോക്കുക. ഇവിടെ ഈ അന്തരീക്ഷത്തിൽ വായുമണ്ഡലമുണ്ട്, അല്ലേ? ഉണ്ടോ? ഇപ്പം വായു പോയാലും അവിടെ എന്ത് നിലനിൽക്കും? അന്തരീക്ഷം നിലനിൽക്കും. ശ്രദ്ധിക്കണം. അപ്പം ഈ അന്തരീക്ഷത്തിനെയും വായുമണ്ഡലത്തിനെയും വേർതിരിച്ച് മനസ്സിലാക്കൽ കൂടെ വന്നില്ല. പ്രയാസമാണോ? അല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിക്കുക.
ഈ വായുമണ്ഡലത്തിൽ നല്ല ചന്ദനത്തിലേക്ക് കത്തിച്ച സ്മെല്ല്, അപ്പം നമ്മൾ പറയും നല്ല അന്തരീക്ഷം എന്ന്. വാസ്തവത്തിൽ അന്തരീക്ഷത്തിലാണോ ആ സ്മെല്ലിരിക്കുന്നത്? വായുമണ്ഡലത്തിൽ. ആ വായു അവിടെ നിന്ന് പോയി. ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പശുവിൻ്റെ തൊഴുത്തുനിന്ന് ഇങ്ങോട്ട് സ്മെല്ല് വരുന്നുണ്ട്. ഉണ്ടോ? അപ്പം ഇവിടെ എത്ര ചന്ദനത്തിരി കത്തിച്ചിട്ടും കാര്യമില്ല. നല്ല ചാണകത്തിൻ്റെ സ്മെല്ല് അല്ലേ? അത് ആ ഗോമൂത്രം കൂടി ചേരുമ്പോഴുള്ള തീവ്രത നല്ല ഇടയ്ക്ക് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ ഗോമൂത്രത്തിൻ്റെ സ്മെല്ലും ചാണകത്തിൻ്റെ സ്മെല്ലും ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. കാരണം എനിക്ക് രണ്ടും കിട്ടും, ഇവിടത്തെയും കിട്ടും അവിടത്തെയും കിട്ടും. അപ്പം ഈ അന്തരീക്ഷത്തിൽ ചില സമയത്ത് നല്ല സ്മെല്ല് വരുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ മറ്റ് ചാണകത്തിരിക സ്മെല്ല് വരുമ്പോൾ വാസ്തവത്തിൽ ഇത് അന്തരീക്ഷത്തിലാണോ വായുമണ്ഡലത്തിലാണോ? അപ്പോൾ വായുമണ്ഡലം അവിടെ നിന്ന് അങ്ങോട്ട് വായു മാറിയാൽ വീണ്ടും മറ്റൊരു സ്മെല്ല് അങ്ങോട്ട് കയറുക. അപ്പോൾ ഈ അന്തരീക്ഷത്തിന് ഏത് സ്മെല്ലിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു, എന്നാൽ അന്തരീക്ഷത്തിൻ്റെ സ്മെല്ലോ, അന്തരീക്ഷത്തിനോ അതിന് പ്രത്യേകിച്ച് യാതൊരു സ്മെല്ലുമില്ല, അത് സ്വതന്ത്രമാണ്. ഇനി അതിനെ നമ്മൾ പവിത്രം പൂതം നടക്കുക. ആ പൂതമായതിലാണ് പൂതന വരുന്നത്. ഇതുപോലെ നമ്മുടെ ബോധമണ്ഡലം പവിത്രമാണ്. അതിലാണ് പലതരത്തിലുള്ള ചിന്തകൾ കയറി വരുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ കയറി വരുന്ന, നമ്മളെ അസ്വസ്ഥമാക്കുന്ന, നമ്മളെ മാനസികമായി വളരെ വിഷമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകളെയാണ് നമ്മൾ ഏതായി കാണേണ്ടത്? പൂതനയായി കാണേണ്ടത്. അതെന്താ അങ്ങനെ പൂതന എന്ന് പറയാൻ കാരണം? കാരണം പൂതന വിഷം പുരട്ടിയിട്ടാണ് വരുന്നത്, ആണോ? ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, എന്താണ് ഏറ്റവും വലിയ വിഷം? നമ്മളിലെ സ്വാർത്ഥമായ ചിന്തയാണ്. എന്താണ്? നിങ്ങൾ എൻ്റെ ദുഃഖം, എൻ്റെ വിഷമം, ഈ എൻ്റെ എന്നത് ചിന്തിക്കുന്നവർക്ക് എന്നും ദുരിതങ്ങളാണ്. എല്ലാം എൻ്റെ എന്നുള്ളത്. അപ്പം എൻ്റെ എന്നത് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളിൽ നിന്നും പറയൂ. അതിനാണ് നമ്മൾ എല്ലാവരോടും കൂടെ ചേരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എണീറ്റ് നിങ്ങൾ എല്ലാവരുടെയും കൂടെ നാമം ചൊല്ലി നോക്കൂ. നിങ്ങളിലെ ഏത് ഭാവം പോവും? എൻ്റെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരുടെയും കൂടെ, ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനും ബുദ്ധിമുട്ടൊക്കെ കേട്ട് അതിനെ അവർ സമാധാനിപ്പിക്കുന്നവരുണ്ട്. ഉണ്ടോ? സ്വന്തം കാര്യങ്ങൾ പറയാതെ. ഉണ്ടോ ഇല്ലയോ? അങ്ങനെയുള്ളൊരു മനസ്സുള്ളവർക്ക്, മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുള്ളവർക്ക് ഞാനെന്ന ഭാവം കുറേ, അവർക്ക് പറയൂ, കുറയും. ആ ഞാനെന്ന ഭാവം കൂടുന്തോറും നമ്മളിലെ ദുഃഖ ദുരിതവും കൂടും. അപ്പം ഇവിടെ വിഷം എന്ന് പറയുന്നത് സ്വാർത്ഥമാണ്. എന്താണ്? നമ്മുടെ ആ സ്വാർത്ഥതയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഉറക്കെ പറയൂ. ഇപ്പം രാവിലെ നിങ്ങൾ നേരത്തെ എണീക്കുമ്പോൾ നിങ്ങളിലെ സ്വാർത്ഥം, കിടന്നുറങ്ങുന്ന ആ സ്വഭാവത്തെ നിങ്ങൾ ഇല്ലാതെയാക്കാൻ ആണോ? ഇതൊക്കെ അഹങ്കാരത്തെയാണ് നിങ്ങൾ ഇല്ലാതെയാക്കണത്. കാരണം അഹങ്കാരം പറയാണ് കുറച്ചും കൂടി നേരം കിടന്നുറങ്ങുമെന്ന്. ഇപ്പം രാവിലെ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, പലതും അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം സമ്മതിക്കില്ല. കാരണം അത് വേണ്ടാത്തത് ചിന്തിച്ച് ശീലിച്ചു. അത് പറയാമോ, യു ആ റെസ്പോൺസിബിലിറ്റി, ഈ റെസ്പോൺസിബിലിറ്റി, മക്കളെ പറഞ്ഞയക്കണം, അത് പറഞ്ഞയക്കണം, അങ്ങനെയൊന്നും അത് നാമജപാതി സംസ്കാരങ്ങളിലേക്ക് വരാൻ സമ്മതിക്കില്ല. എന്നാൽ ഞാനിത് ചെയ്തിരിക്കും, ചെയ്തിട്ട് ഇവിടെ നിന്ന് എണീക്കുള്ളൂ. അങ്ങനെ ഒരു പ്രതിജ്ഞ പോലെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളിലെ സ്വാർത്ഥ ചിന്ത, ഞാനെന്ന ഭാവം കുറഞ്ഞു വരും. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എത്ര കണ്ട് സ്വാർത്ഥം കുറയുന്നുണ്ടോ നിങ്ങളിലെ ആത്മശക്തി, ബോധശക്തി ഉണരും. അപ്പം ഈ ചിന്തകൾ അങ്ങനെ നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നത് ഞാനെന്നും എൻ്റെ എന്നും, അതാണ് പറയുക അഹംമമ എന്നുള്ളതൊക്കെ. എന്താണ് അഹംമമ? ഈ ഒരു കാര്യം അതാണ് എഴുത്തച്ഛനും എഴുതി വെച്ചത്. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു. ഈ ഞാനെന്ന ഭാവം എങ്ങനെ ഇല്ലാതെയാവുക? അത് നമ്മൾ കൃത്യനിഷ്ഠമായൊരു ജീവിതം കൊണ്ടു നടക്കുക. നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്തു നോക്കൂ, ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് ദുരിതങ്ങൾ കുറവായിരിക്കും. 1 കൃത്യനിഷ്ഠ, 2 അനുഷ്ഠാനം, 2 മറ്റുള്ളവരുടെ കൂടെ ഇതെല്ലാം ഒന്ന് അനുഷ്ഠിക്കുന്ന ഒരു സംസ്കാരം. ഒന്നിച്ച് നാമം ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം, ഒന്നിച്ച് ലളിതാ സഹസ്രനാമം, അങ്ങനെയൊക്കെ നിങ്ങൾ ചൊല്ലി ശീലിച്ചുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വല്ലതും പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ
അതൊക്കെ നിങ്ങളുടെ ഉള്ളിലൊരു വലിയ പരിവർത്തനം ഉണ്ടാക്കും. അപ്പൊ പൂതന വന്നപ്പോൾ കൃഷ്ണൻ കണ്ണടച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദുർബല ചിന്തകൾ, അല്ലെങ്കിൽ ദുഷ്ടചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്താണ്, നമ്മളെ തളർത്തുന്ന ചിന്തകൾ ഉള്ളോടത്തോളം കാലം ഉള്ളിൽ ഭഗവാൻ ഉണ്ടായിട്ടും കാര്യമില്ല. ഭഗവാൻ എങ്ങനെ ഇരിക്കും? കണ്ണടച്ചുകൊണ്ടിരിക്കും. അപ്പം ആരുടെ ഉള്ളിലാണ് കണ്ണ് തുറക്കുക? ആരുടെ ഉള്ളിലാണ് കണ്ണ് തുറക്കുക? വെറുതെ അമ്പലത്തിൽ ചെന്നിട്ട് കണ്ണു തുറക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞ് തുറക്കുന്ന ആളാണോ? കണ്ണ് തുറക്കൂ എന്നൊക്കെ പറഞ്ഞാൽ തുറക്കുന്ന ആളായിരിക്കുമോ? ആരുടെ ഉള്ളിലാണ് ഭഗവാൻ തുറക്കുക? ആരുടെ ഉള്ളിൽ? അതിനാണ് നമ്മൾ കണ്ണ് തുറപ്പിക്കലാണ് ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ കണ്ണ് തുറക്കും. കാരണം തൻ്റെ ഭക്തനെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. നമ്മൾ ഭക്തരാവുന്നില്ല. നമ്മളൊക്കെ ഭക്തരല്ല. നമ്മളൊക്കെ ആരാ പിന്നെ? വിശ്വാസികളാണ്. നിങ്ങളാരും വിശ്വാസികളാവരുത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഭഗവാന്റെ? ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? ആകെ കൺഫ്യൂഷനായി മൊത്തം. വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? പറയൂ. ഉണ്ട്. എത്ര പേർക്കുണ്ട്? കൈപൊക്കൂ. ഉള്ളവരൊക്കെ വിഡ്ഢികളാണേ. നിങ്ങളൊക്കെ വിഡ്ഢികളാണ്. നിങ്ങൾക്കതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വിശ്വാസം എന്നൊക്കെ ഉള്ളത് നമ്മളെ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവർ പ്രചരിപ്പിച്ച വാക്കാണ്. ഇപ്പം നമ്മളിപ്പോൾ ഹിന്ദുമതത്തെ കാണുന്നത് ഹിന്ദുമതത്തിൻ്റെ കണ്ണിലൂടെയല്ല, ഋഷിവര്യന്മാർ പറഞ്ഞ വഴിയിലൂടെയല്ല. നമ്മൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ പ്രചരിപ്പിച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മളെ സ്വാധീനിച്ചത്. നിങ്ങൾ നോക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് കരുതിയത്? നിങ്ങൾ കല്യാണം കഴിച്ചവർ പറയുമോ, ഭർത്താവിനെയും കൊണ്ടൊരു വഴിക്ക് പോകുമ്പം ആരെങ്കിലും ചോദിക്കുന്ന മാഡം ഇതാരാണെന്ന്, ഇദ്ദേഹം എൻ്റെ ഭർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ എന്ത് വിശ്വാസം ഉണ്ടാവുക നിങ്ങൾക്ക് അറിയാം. പറയോ? എന്താ പറയാത്ത? വിശ്വാസമില്ലേ? അത് ഭർത്താവാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി ഭാര്യയെക്കുറിച്ചിട്ടാണ് അങ്ങനെ പറയുമോ? ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറയും, നോക്കൂ ഇത് നമ്മുടെ ഭാര്യയാണ് കേട്ടോ, ഇന്ന് വിശ്വസിക്കണമെന്ന്. ഇതെൻ്റെ ഭാര്യയാണെന്ന് ഞാൻ വിശ്വസിക്കണോ പറഞ്ഞാൽ നിങ്ങൾ അയാളെ ഒരു വഴിക്ക് വിടുമോ? പറയൂ. ഇപ്പം നോക്കൂ, ഈ കൈ എൻ്റെ കൈയാണെന്ന് ഞാൻ വിശ്വസിക്കണോ? ഇതെൻ്റെ തലയാണെന്ന് ഞാൻ വിശ്വസിക്കണോ? തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ എന്ന് വിശ്വസിക്കുക വേറെ കാര്യം. പക്ഷെ തലയാണെന്ന് വിശ്വസിക്കണോ? പറയൂ. അത് എനിക്ക് ഉറപ്പാണ്. അപ്പം ഉറപ്പുള്ള കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട, ഉറക്കെ പറയൂ, കാര്യമില്ല. അപ്പം ഈശ്വരനെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പം നിങ്ങൾ ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നതിന് കാരണം അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടാവാം. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ നിർവചനം തലയിൽ കയറണം. ആരാണ് ഈശ്വരൻ? ഇപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിപ്പം വിഗ്രഹ രൂപത്തിലൊക്കെ കണ്ട് ഉറപ്പിച്ചു പോയി, അതുകൊണ്ടുണ്ടായ വിഡ്ഢിത്തരങ്ങളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈശ്വരൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന്, അതിനാണ് ഗീതയൊക്കെ പഠിച്ചുറപ്പിക്കണം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ, ഏത് രൂപത്തിലിരിക്കുന്നു. ഇപ്പം ഞാൻ രാവിലെ ഉണരണമെങ്കിൽ, എനിക്ക് ഞാനെന്ന് പറയണമെങ്കിൽ മനസ്സ് ഉണരണം, വേണ്ടേ? വേണോ? എൻ്റെ മനസ്സിനെ ഉണർത്തണമെങ്കിൽ അതിനെ ഉണർത്താനൊരു ശക്തി വേണം. അപ്പം എൻ്റെ മനസ്സിനെ ഉണർത്തുന്ന, എൻ്റെ മനസ്സിനെ നിലനിർത്തുന്ന, എൻ്റെ മനസ്സിനെ ഉറക്കുന്ന ശക്തിയാണ്, അനന്തബോധ ശക്തിയാണ് ഈശ്വരൻ എന്ന് പഠിച്ചാൽ. ഞാനുണ്ടോ എന്നത് വിശ്വസിക്കണോ? ആരെങ്കിലും പറയോ ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്നു? നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും നിങ്ങൾ പറയണ ഞാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ എന്ന്, ഉടനെ നിങ്ങളെ കാറ് കയറ്റിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഓട്ടോയിൽ. എവിടേക്ക് എന്ന് പറയാലോ? ലേശം മരുന്നിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. നമ്മൾ പറയില്ലേ ഒരു നട്ട് ലൂസായി ഇപ്പം, എത്രയേ ഉള്ളൂ. അങ്ങനെയല്ലേ കണക്കാക്കുക? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം നമുക്ക് നമ്മളുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടാവണം, എന്നെ നിലനിർത്തുന്ന ശക്തിയായ ഈശ്വരനും ഉണ്ട്.
അപ്പം നിങ്ങളെ നിലനിർത്തുന്നത്, അതായത് നിങ്ങളെ ഉണർത്തുന്നത് നിങ്ങളാണോ, മനസ്സാണോ സ്വയം ഉണരുന്ന? മനസ്സിന് സ്വയം ഉണരാൻ പറ്റില്ല. മനസ്സിന് സ്വയം ഉണരാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം മനസ്സിനെ ഉണർത്തണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പറയൂ ശക്തി വേണം, ഉണ്ടായേ പറ്റുള്ളൂ. മനസ്സിന് സ്വയം ഉറങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വയം നോക്കൂ. നിങ്ങൾ കട്ടിലിൽ കടന്ന് ഉറങ്ങാത്ത ദിവസങ്ങളില്ലേ ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്? പറയൂ. അപ്പം അതിനെ ഉറക്കാനും ആര് വേണം? ഒരു ബോധം വേണം. അതിനെ ഉണർത്താൻ ബോധം വേണം, അതിനെ ഉറക്കാൻ ബോധം വേണം, അതിനെ നിലനിർത്താനും ബോധം വേണം. അപ്പം ഈ മനസ്സെവിടെ നിന്ന് വന്നു? മനസ്സെവിടെ നിന്ന് വന്നു? ബോധത്തിൽ നിന്ന് വന്നു. ബോധത്തിൽ നിന്ന് പ്രകടമായ ശക്തിയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മനസ്സെൻ്റെ അംശമാണ്, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ, അതല്ലേ ഗീതയിൽ പറഞ്ഞ മമൈവ അംശോ ജീവലോകേ, എൻ്റെ അംശങ്ങളാണ് എല്ലാ ജീവന്മാരും. ഇപ്പം നമ്മൾ എവിടുന്ന് വന്നു? ഭഗവാനിൽ നിന്ന്. ഇത് നിങ്ങൾ ഈ ശ്ലോകം നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ശീലിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഒരിക്കലും ഈശ്വരനെ വിശ്വസിക്കേണ്ടി വരില്ല. ആ ഈശ്വര വിശ്വാസം എന്നുള്ള വാക്ക് നല്ല വാക്കല്ല. ക്രിസ്ത്യൻസ് അത് പറയാൻ കാരണം അവർക്ക് സ്വർഗസ്ഥനായ പിതാവാണ് ഈശ്വരൻ. മരിച്ചു പോയാലേ അവർക്ക് ഈശ്വരൻ്റെ അടുത്തെത്താൻ, ഈശ്വരനിലേക്ക് ചേരാൻ പറ്റില്ല. ഈശ്വരൻ നൽകുന്ന സ്വർഗവും അല്ലെങ്കിൽ ഈശ്വരൻ ശിക്ഷിക്കുന്ന നരകമൊക്കെയാണ് അവർക്ക് വിധിച്ചത്. ആണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പം അവർ സ്വർഗത്തിൽ ഈശ്വരനുണ്ടെന്ന് ആർക്കും ഉറപ്പില്ലല്ലോ. അപ്പം അവർ ഈശ്വരൻ സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈശ്വരൻ സ്വർഗത്തിലുള്ള ഒരാളാണോ? വൈകുണ്ഠത്തിലിരിക്കുന്ന ഒരാളാണോ? ആരാണ് ഈശ്വരൻ? മനസ്സിനെ ഉണർത്തി നിലനിർത്തി ഉറക്കുന്ന അനന്തബോധ ശക്തിയാണ് ആര്? ഈശ്വരൻ. അതാണ് നമ്മുടെ ഋഷിവര്യന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. മയ്യേവ സകലം ജാതം മയി സർവം പ്രവർത്തിതം മയി സർവം ലയം യാതി തദ് ബ്രഹ്മാദ്വയമസ്മ്യഹം. അതാണ് ഈശ്വരൻ എന്നുള്ളത്. ഒരു ശ്ലോകം ഗീതയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഊണ് കഴിക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തൊക്കെ നിങ്ങൾ ഈ ശ്ലോകം ചൊല്ലി ഉറപ്പിക്കുക. അപ്പം നിങ്ങൾ ഇത് മറക്കില്ല. ഗീതയിൽ 15-15, ഗീതയിൽ 15-15 അവിടെ പറയുന്നു സർവസ്യചാഹം. ചൊല്ലു എല്ലാവരും, ആദ്യം ചൊല്ലു, ആദ്യം മുതൽ. സർവസ്യചാഹം. ഈ പുസ്തകമൊന്നും ഇല്ലാത്തവർ വായും പൊളിച്ചിരിക്കരുതേ. വല്ല പുസ്തകമൊക്കെ ഒന്ന് കയ്യിൽ വെക്കൂ. വല്ല വിവരമൊക്കെ ഉണ്ടായിക്കോട്ടെ. തീരെ വിവരമില്ലാതെ വിവരമുള്ളവരായിട്ട് ഇവിടെ ഇരിക്കരുത്. വല്ലതൊക്കെ പഠിച്ചാലേ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആ ചൊല്ലു. സർവസ്യചാഹം. ഒന്നുകൂടി ചൊല്ലു. സർവസ്യ. സർവസ്യ എന്ന് പറഞ്ഞാൽ ദേവസ്യയുടെ ഏട്ടനാണോ? അല്ല. സർവസ്യ എന്ന് പറഞ്ഞാൽ സർവരുടെയും എല്ലാവരുടെയും, അല്ല ദേവസ്യായിട്ടൊരു ബന്ധവുമില്ലത്. ഹൃദി അഹം സന്നിവിഷ്ട. ഞാൻ എല്ലാവരുടെയും ഹൃദി. ഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ. ഞാൻ എന്താ ചെയ്യുന്നത്? മത്ത, എന്നിൽ നിന്ന്. മത്ത എന്ന് പറഞ്ഞാൽ കുമ്പളത്തിൻ്റെ ജ്യേഷ്ഠനല്ല. ഇവിടെ മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ് സ്മൃതി, മനസ്സിൻ്റെ സ്മൃതി. അതായത് മനസ്സ് ഉണർന്നു വരുന്നത്, ഓർമ്മകൾ പൊങ്ങി വരുന്നത്. ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ മനസ്സ് പല അറിവുകളും അനുഭവങ്ങളും നേടുന്നത്, അതായത് മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. അവസാനം അപോഹനം. അപോഹനം എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങുക. മനസ്സവസാനം അസ്തമിക്കുന്നതും ഞാൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം എന്നിൽ നിന്നാണ് മനസ്സ് ഉണരുന്നത്, എന്നിലാണ് മനസ്സ് നിന്നുകൊണ്ട് അറിവും അനുഭവങ്ങളും നേടുന്നത്. എന്നിലേക്കാണ് അവസാനം മനസ്സ് കെട്ടടങ്ങുന്നത്. ഞാനുള്ളത് കൊണ്ടാണ് കെട്ടടങ്ങുന്നത്. കാരണം ഞാനുള്ളത് കൊണ്ട് കെട്ടടങ്ങുന്നതുകൊണ്ടാണ് വീണ്ടും എനിക്ക് ഉണർത്താൻ ഒക്കെ പറയൂ. അപ്പം നമ്മൾ രാത്രി കിടന്നുറങ്ങിയാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ മനസ്സ് കെട്ടടങ്ങിയാൽ വീണ്ടും ബോധം അതിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തും. ഉപബോധ മനസ്സിനെ ഉണർത്തുമ്പോഴാണ് നമ്മൾ സ്വപ്നത്തിൽ പോകുന്നത്. ആണോ?
അപ്പം ആ ഉപബോധ മനസ്സിനെ ഉണർത്തണമെങ്കിലും ആര് വേണം അവിടെ? ബോധം വേണം. മനസ്സിനെ ഉണർത്താൻ ആര് വേണം? അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നമൊക്കെ ബോധം അനുഭവമുണ്ട്. നമുക്ക് ഉണ്ടോ? ബോധമുണ്ട്. അത് സ്വപ്നമായിട്ടല്ല നമ്മൾ അനുഭവിക്കുന്നത്, അത് യാഥാർത്ഥ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ആണോ? അവിടെ ഓരോ ഇൻസിഡൻറ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധമുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ആരെങ്കിലും കാഴ്ച കുറവുള്ളവർ പോലും സ്വപ്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കണ്ണട ഒന്ന് വെച്ചാൽ വൃത്തി കാണായിരുന്നു എന്നുള്ളത്? കാരണം സ്വപ്നത്തിൽ നമുക്ക് സ്വപ്ന ദർശനങ്ങളൊക്കെ വളരെ ഓരോരുത്തരെയും തിരിച്ചറിയുന്നില്ലേ? നിങ്ങൾ കല്യാണത്തിനാണ് നിങ്ങൾ സ്വപ്നത്തിൽ പോയതെങ്കിൽ അവിടെ എല്ലാവരും തിരിച്ചറിയുന്നില്ലേ? സദ്യക്ക് ഇരിക്കുന്നെങ്കിൽ സാമ്പാർ അവിയലും മാറിയിട്ടുണ്ടോ? ഒന്ന് കണ്ണട വെക്കായിരുന്നു എന്നുള്ളത്. ഇത് സാമ്പാറാണ് അവിയലാണ്, സംശയം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം സ്വപ്നം നമുക്ക് ബോധമുള്ളതാണ്. ആണോ? വീണ്ടും നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് നോക്കൂ. നിങ്ങളാണോ ഉണർത്തുന്നത്? വളരെ ശ്രദ്ധിച്ചുത്തരം പറയണേ. സ്വപ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ ആ സ്വപ്നത്തിൽ നിന്നും ഉണരുമ്പോൾ ആണോ ഉണർത്തുന്നത് അതോ ബോധം തന്നെയായിരിക്കുമോ? നിങ്ങൾ വളരെ ആലോചിച്ചുത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിൻ്റെ മേൽ വല്ല കൺട്രോളും ഉണ്ടോ? അപ്പം ബോധം നമ്മളെ ആ സ്വപ്നത്തിൽ നിന്നും ഉണർത്തുമ്പോഴാണ് ഇത് മുഴുവൻ സ്വപ്നമായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. ആണോ? അപ്പം ആ സ്വപ്നത്തിൽ നിന്നും ഉണർത്താൻ ബോധത്തിന് പറ്റും എങ്കിൽ മനസ്സിനെ മുഴുവൻ ഉണർത്തി നിലനിർത്തി കൊണ്ട് നടക്കുന്നതെല്ലാം അത് തന്നെയാണ്. അതാണ് നമുക്ക് ദൈവം, ഈശ്വരൻ. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഇത് നമ്മൾ പഠിക്കണം. ആത്മാവൈ ഈശ്വര. ആരാണ് ഈശ്വരൻ? പുറത്തുള്ള ഒരു വിഗ്രഹമല്ല നമുക്ക് ഈശ്വരൻ. ആരാണ്? ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ആത്മാവും ഈശ്വരനും രണ്ടല്ല. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. അതാണ് ആദിശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ ജീവോ ബ്രഹ്മൈവനാപര. ഈ ആത്മാവും ഈശ്വരനും നിങ്ങളത് വേറെയായി കണ്ട് നിങ്ങളുടെ വിവരക്കേടെന്നല്ലാതെ നിങ്ങളാണ് തെറ്റുവരുത്തിയത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്യന്തിക ജീവിത ലക്ഷ്യം എന്താണ്? ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്തായിരിക്കണം? എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ എത്തിയിട്ടുള്ളത്? ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലായത്? എന്താണ് ആത്യന്തിക ലക്ഷ്യം? ആർക്കാ പറയാൻ പറ്റുക? ഉറക്കെ പറയൂ. ഭഗവാനിലേക്ക് എത്തിച്ചേരുക. എവിടേക്ക് എത്തണം? ഏത് ഭഗവാനിലേക്ക്? ആ പൂർണ്ണബോധ സ്വരൂപനായ ഭഗവാനിലേക്ക് എത്തിച്ചേരലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. പൂർണ്ണത കൈവരിക്കുക എന്ന് പറയും. ഇതിനെയാണ് ബ്രഹ്മനിർവാണം എന്ന് പറയും. ഇതിനെയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയും. ഇതിനെ ആത്മസാക്ഷാത്കാരം എന്ന് പറയും. ഇതിനെ ബോധോദയം എന്ന് പറയും. പല പേരുകൾ പല മഹാന്മാരിട്ടു എങ്കിലും അർത്ഥം ഇതാണ്. എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ലേ? ആണോ? അപ്പൊ ബോധത്തിൽ നിന്നും എത്തിയ നമ്മൾ എന്നാൽ അതിലേക്ക് നാം എത്താതെ നോക്കൂ. വെറും ദുർബലരാണെന്ന് കരുതി നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറിയാലുണ്ടല്ലോ, ഭഗവാൻ നിങ്ങൾ ഏത് പട്ടികയിലാണ് പെടുത്തുകയെന്നറിയോ? നമുക്ക് ഈ BPL പട്ടിക അങ്ങനെയൊക്കെയുള്ള റേഷൻ കാർഡിൽ കുറേ പട്ടികകളുണ്ടല്ലോ. ഭഗവാൻ ഏത് പട്ടികയിലാണ് പെടുത്തുകയെന്നറിയോ നിങ്ങൾ ഭാഗവതം 10-ാം സ്കന്ധം 60-ാം അധ്യായം 53-ാം ശ്ലോകം എടുത്ത് കൃഷ്ണൻ രുക്മിണീ ദേവിയോട് പറയുന്ന വരികളാണ്. 10, 60, 53. ഈ അധ്യായത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. ഞാനത് നാളെ വിവരിക്കാം. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തലശ്ശേരിക്കടുത്ത്. അവിടെ ഈ ഒരു അധ്യായത്തിന് ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിനെ കർഹിജിത് അധ്യായം എന്ന് പറയും. അവിടെ പരമശിവനാണ്. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണ് ഈ ഒരു അധ്യായം എന്നാണ് പറയുക. അത് നാളെ നമുക്ക് കാണാം അതിൻ്റെ പ്രാധാന്യം. ഇന്നിപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം ഇന്ന് നമ്മൾ പൂതനാമോക്ഷം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പറയാനാണ് ഈ ഒരു സബ്ജക്റ്റ് എടുത്തത്. എന്താണ് ആ ശ്ലോകം? മാം പ്രാപ്യ മാനിന്യപവർഗ സമ്പദം. വായിക്കൂ. കിട്ടിയില്ല? കിട്ടിയോ എല്ലാവർക്കും?
എല്ലാവരും വായിക്കുമെന്ന് ഞാൻ ചൊല്ലുമ്പം നിങ്ങൾ ആവർത്തിക്കുക, ബാക്കിയുള്ളവർ വായും പൊളിച്ചിരിക്കുക. മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം. ഞാൻ ചൊല്ലുന്നത് ഏറ്റുചൊല്ലു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലു. മാം പ്രാപ്യ മാനിനി അപവർഗ സമ്പദം വാഞ്ചന്തി. അടുത്തെന്താണ്? ഏ സമ്പദ സത്പതിം തേ മന്ദഭാഗ്യ നിരയേബിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയസുസംഗമ. അങ്ങനെയല്ലേ? ഇപ്പം എന്താ പറയുന്നത്? മാം പ്രാപ്യ. ഒന്ന് പറയൂ. ഭഗവാൻ പറയുന്നത് എന്നെ പ്രാപിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നിൽ എത്തിച്ചേരേണ്ടവരാണ് നിങ്ങൾ, എന്നിലേക്ക് ലയിക്കേണ്ടവരാണ്. ഞാനും നിങ്ങളും വേറെയല്ല എന്നർത്ഥം. ഞാനും നിങ്ങളും ഒന്നാണ്. അപ്പം ഞാൻ ഏത് രൂപത്തിലായിരിക്കുന്നത്? ബോധരൂപത്തിൽ. എന്നിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുള്ളൊരു വിഗ്രഹത്തിലേക്കാണോ എത്താനുള്ളത്? അല്ല, നമുക്ക് എത്തേണ്ടത് എവിടെ തന്നെയാണ്? ബോധത്തിലേക്കാണ് എത്തേണ്ടത്. അപ്പം നമുക്ക് നിരന്തര സാധനയിലൂടെ ഭഗവാൻ പറയുന്നു, നിങ്ങൾ ആരിലേക്ക് എത്തണം? മാം പ്രാപ്യ. പറയൂ. അപവർഗ സംഭവം. എല്ലാ പവർഗങ്ങളിൽ നിന്നും മുക്തി നേടിത്തരാൻ. ഈ സംസ്കൃതത്തിൽ പവർഗം എന്നുള്ള ഭാഷയിൽ ആൽഫബറ്റിൽ ഈ പവർഗം, കവർഗം, വവൽസ് നിങ്ങൾക്കറിയാലോ, ഈ കൺസോണൻസിലൊക്കെ ഉള്ളത് എന്താണ്? പ, ഭ, 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 മ. അതാണ് പവർഗം എന്ന് പറയുക. ചവർഗം എന്ന് പറഞ്ഞാലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വേദാന്ത ശാസ്ത്രപ്രകാരം ഈ പ, ഭ, 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 മ അക്ഷരങ്ങൾക്ക് വേറെ അർത്ഥമാണ്. പ എന്നതിന് കർമ്മഫലത്തിന് പാപം. എന്താണ്? നിങ്ങളെ ദുർബലത ചിന്തിക്കുന്നതിനെയാണ് പാപം എന്ന് പറയുക. മനസ്സെപ്പോഴും വിഷമങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അവർ പാപികളാണ്. ആരാ പാപികൾ? അല്ലാതെ കൊതുകിനെയും ഊട്ടയും കൊല്ലുന്നവരല്ല. ആരാ പാപികൾ? എപ്പോഴും മനസ്സിൽ വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവർ ആരാണ്? പാപികളാണ്. എന്താ അവരെ പാപികൾ എന്ന് വിളിക്കാൻ കാരണം? അതിൽ നിന്ന് കരകയറാൻ അവർ ശ്രമിക്കുന്നില്ല. രണ്ടാമത്തെ ഫലം, കർമ്മഫലം. ഏത് കർമ്മത്തിനും ഒരു കർമ്മഫലം അനുഭവിച്ചേ പറ്റും. മൂന്നാമത്തത് ബന്ധനം. നാലാമത്തത് ഭയം, മരണഭയം. അവസാനം മരണം. ഇതിനെയാണ് പവർഗം. ഈ പവർഗത്തിൽ നിന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലേ, നമ്മളെ ഉയർത്താൻ പറ്റുന്ന ഭഗവാൻ ഉള്ളിലുണ്ടായിട്ട് എന്നെ പ്രാപിക്കാതെ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചന്തി. വാഞ്ചന്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നർത്ഥം. എന്താണ്? ആളുകൾ എൻ്റെ മുന്നിൽ എന്നെ പ്രാപിക്കാൻ ശ്രമിക്കാതെ, അതിന് പ്രയത്നിക്കാതെ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചന്തി. വാഞ്ചന്തി പറഞ്ഞാൽ വാഞ്ചതി, വാഞ്ചിക്കുക, യാചിക്കുക, ചോദിക്കുക, പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കുന്നത്? സമ്പദ സത്പതിയും. സമ്പത്തും വേണം, സത്പതി. നല്ല സത്പതി എന്നൊക്കെ പറഞ്ഞാൽ നല്ല പതി, ഭർത്താവ്, കുടുംബം, കുട്ടികൾ, അതൊക്കെ വേണം എനിക്ക്. അതൊക്കെ എൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നവര് തേ മന്ദഭാഗ്യ. തേ അവര് മന്ദഭാഗ്യ. മന്ദഭാഗ്യ പറഞ്ഞാൽ ഭാഗ്യമില്ലാതെ പോയവര്, ഭാഗ്യം കെട്ടവരാണ് എന്ന് വെച്ചാൽ ഗുണത്തിന് കൊള്ളില്ല എന്നർത്ഥം. അവരെ ഒന്നും ഭഗവാൻ ആരുടെ കൂട്ടത്തിൽപ്പെടുത്തിയില്ല? പറയൂ നിങ്ങൾ. ഇങ്ങനെയൊക്കെ ശ്ലോകം ഭാഗവതത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പം ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാനല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആരിലേക്ക് എത്തലാണ്. അതിന് പണിയെടുക്കണം, മെനക്കെടണം. അത് ചെയ്യില്ല. രാവിലെ എണീക്കണ്ടേ, കുറച്ച് അനുഷ്ഠാനം വേണ്ടേ? അത് ചെയ്യില്ല. എല്ലാം സുഖലോലുപതയിൽ ജീവിക്കും, എന്നിട്ട് മനസ്സിനെ ദുർബലമാക്കും. എന്നിട്ട് അവിടെ എന്നും പറഞ്ഞ് കരഞ്ഞാൽ ഭഗവാൻ ടിഷ്യൂ പേപ്പർ എടുത്തു തരും. അല്ലാതെ ഒരു ദുരിതവും ആർക്കും മാറ്റാൻ എന്താണെന്നും മിണ്ടാത്തത്? നിങ്ങളുണ്ടാക്കിയ ദുരിതം ആർക്കേ മാറ്റാൻ പറ്റുള്ളൂ? നിങ്ങൾക്കേ മാറ്റണം. പിന്നെ അത് ദുരിതം ചിന്തിച്ച് ജീവിക്കണം. അപ്പം അതിൽ നിന്നും എന്ത് വേണം? ദുരിതം വരരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സിന് അതിനെ തരണം ചെയ്യാനുള്ളൊരു കരുത്തുണ്ടാവണമെങ്കിൽ കൃത്യനിഷ്ഠയും, ഓർക്ക പറയൂ,
അനുഷ്ഠാനം. അത് വേണമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടോ നിങ്ങൾ? പലർക്കും ഇപ്പോഴും ഉറപ്പ് വന്നിട്ടില്ല. കാരണം നല്ല തണുപ്പാണേ. ഇപ്പോൾ രാവിലെ അങ്ങനെ കടന്നുറങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? അപ്പം നമ്മൾ അങ്ങനെ ഒരു അന്ധഭക്തി ഉണ്ടാക്കി. എന്ത്? തോന്നുന്ന സമയത്ത് അമ്പലത്തിൽ പോയി തിരുമേനിക്ക് 10 രൂപയും കൊടുത്ത് ഒരു ഷീട്ടാക്കി കഴിഞ്ഞാൽ എല്ലാം പടച്ചോ നോക്കിക്കോളും എന്നുള്ളത്. ഭഗവാൻ അങ്ങനെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഒരു ഇൻഷുറൻസ് ഏജൻ്റ് അല്ല ആര്? ഭഗവാൻ. അത് നിങ്ങൾ ഉണ്ടാക്കിയ അന്ധവിശ്വാസമാണ്. അത് അന്ധഭക്തിയാണ്. ഏതന്ധഭക്തി? തോന്നുമ്പോൾ അമ്പലത്തിൽ പോവാം, തോന്നുന്ന പോലെ പ്രാർത്ഥിച്ചു പോരാം, അതാണ് ഭക്തി എന്നത്. അത് അന്ധവിശ്വാസമാണ്. നിങ്ങൾ അന്ധവിശ്വാസികളാവുന്നപ്പോഴാണ്. എന്നാൽ നിങ്ങളൊരു കൃത്യനിഷ്ഠയിലെ അനുഷ്ഠാനം ചെയ്യുമ്പോൾ അത് അന്ധതയല്ല, അത് സാധനയാണ്. എന്താണ്? അത് സാധനയാണ്. അങ്ങനെയുള്ളവരുടെ മനസ്സ് എന്താവും? ക്രമേണ കൃത്യമായ അനുഷ്ഠാനം നിരന്തരം ചെയ്യുമ്പോൾ അവരുടെ മനസ്സ്, ഉറക്കെ പറയൂ, ഉയർന്നേ പറ്റുള്ളൂ. മനസ്സ് ഉയർന്നിരിക്കണം. എന്നാൽ എപ്പോഴെങ്കിലും എണീറ്റ് എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോയി എന്തെങ്കിലും പോകുന്നവർ ഈ ജന്മമല്ല 1000 ജന്മം എടുത്താലും നന്നാവില്ല. കാരണം അവരുടെ മനസ്സിനെ അവർ ദുർബലമാക്കി പ്രാർത്ഥിച്ചിട്ടും, ഉറക്കെ പറയൂ. അതുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനല്ല പോകേണ്ടത്. പ്രാർത്ഥിക്കുന്നവരാരാ? പ്രാർത്ഥിക്കുന്നവരെ ഭഗവാൻ എന്താ വിളിച്ചത്? ഉറക്കെ പറയൂ നിങ്ങൾ. ഭാഗ്യം കെട്ടവര്, ഭാഗ്യമില്ലാത്തവർ, മന്ദഭാഗ്യ. പറയൂ. ആ വിഭാഗത്തിൽപ്പെട്ടവർ എത്ര പേരുണ്ട്? നിങ്ങളെന്താ മറ്റുള്ളവരെ നോക്കുന്നത്? ആ വിഭാഗത്തിൽപ്പെട്ടവരാരൊക്കെ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അതൊന്ന് മാറണ്ടേ? നോക്കൂ, നിങ്ങൾക്കറിയൂ, കൃഷ്ണൻ നിങ്ങളെ കളിയാക്കിയിരിക്കുകയാണ്. ഈ തരത്തിൽ നമ്മൾ കൃഷ്ണനാൽ ചീത്ത വിളിക്കുന്ന ആൾക്കാരാവാൻ പാടുമോ? ഭഗവാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മളൊക്കെ ദിവസവും സാധന ചെയ്യുന്ന ആളുകളായി, അവർക്ക് പറയൂ, മാറണം. വേണോ വേണ്ടയോ? അത് കുട്ടികളെ അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് പൂതനയില്ലെന്നും പൂതാത്മാവിലേക്കുള്ള ഒരു പരിവർത്തനമാണ് പൂതനാമോക്ഷം. എന്താണ്? പൂതനയിൽ നിന്നും പൂതാത്മാവിലേക്കുള്ള പരിവർത്തനമാണ് പൂതനാമോക്ഷം. അപ്പൊ പൂതന എവിടെയായിരിക്കുന്നത്? നമ്മുടെ ദുർബല ചിന്തകളെയാണ് എന്തു പറയുക? പൂതന. അപ്പം മനസ്സെപ്പോഴും വിഷമം, വേദന, ദുഃഖം, പ്രയാസം, കഷ്ടപ്പാട്, ദുരിതം. നിങ്ങളുടെ പേരിൻ്റെ കൂടെ ഏതും കൂടെ ചേർക്കണം. ചിലർ പിള്ള, തമ്പി എന്നൊക്കെ ചേർക്കില്ലേ? ഇങ്ങനെയൊക്കെ ചേർക്കുന്ന പോലെ വിഷമങ്ങളും വേദനകളും പറയുന്നവരൊക്കെ ഏതും കൂടി ചേർക്കണം? പൂതന. സ്ത്രീകളാണെങ്കിൽ പൂതന. ആണുങ്ങൾ എന്താ ചേർക്കേണ്ടത്? പൂതനൻ ചേർക്കണം. മെയിൽ, ഫെമിനൈനും അല്ലേ? അപ്പോൾ നമ്മൾ ആരാവരുത്? പൂതന. ഇനി നിങ്ങളുണ്ടല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് വിഷമങ്ങൾ പറയുമ്പോൾ ഭഗവാൻ പറയും, ശ്രീകാര്യത്തിൽ നിന്നൊരു പൂതന വന്നിരിക്കണമെന്ന്. ചരാചരാത്മാ നിമീലിതേഷ. കൃഷ്ണനദിയും പൂതന പോകുന്നത് വരെ ഞാൻ കണ്ണു തുറക്കില്ല എന്ന്. അപ്പം നിങ്ങൾ പോയി വിഷമങ്ങൾ പറഞ്ഞാൽ ഭഗവാൻ എന്തു ചെയ്യും? ഉറക്കെ പറയൂ, കണ്ണടയ്ക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വിഷമം കേൾക്കുന്ന ആളല്ല ആര്? കാരണം വിഷമം പറഞ്ഞിട്ടും കാര്യമില്ല, ആർക്കും മാറ്റാൻ. ഉറക്കെ പറയൂ. കുറച്ചൊരു ചൊറിമാന്തി സുഖം എന്ന് പറയുന്നതിന് അല്ലേ?